ജെ.സി. തോമസ്, ഇവിടെ പാർട്ടിയെ പ്രതിരോധിക്കുന്നതിന് സൈബർ ഇടത്തിൽ നിങ്ങൾ എന്നെ സൈബർ ഗുണ്ട എന്ന് വിളിച്ചാൽ ഞാൻ ഗുണ്ടയാടാ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പരിധി വിട്ട വാക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എല്ലാം പാർട്ടി പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു. അത് സൈബർ ഇടത്തിൽ മാത്രം അവിടെ കടന്നൽ രാജ എന്നൊക്കെയുള്ള വിശേഷണം അൻവറിനുണ്ടായിരുന്നു. അത് സൈബർ ഇടത്തിൽ മാത്രമല്ല, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിതൃതുല്യൻ എന്ന് മാത്രമാണ് പി.വി. അൻവർ വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ കഴിവുകെട്ടവനാണ് പിണറായി വിജയനെന്നും അവിടെ ഇരിക്കുന്ന സംസ്ഥാന സമിതി അംഗം പി ശശി ഒരു കാട്ടുകള്ളനാണെന്നും ഈ പറയുന്ന സ്വർണ്ണക്കടത്തിനെ കുറിച്ച്, പൂരം കലക്കലിനെ കുറിച്ച്, ബി.ജെ.പിയുടെ വിജയത്തെക്കുറിച്ചൊക്കെ സംശയനിഴൽ നിർത്തിക്കൊണ്ടുള്ള അങ്ങേയറ്റം കടന്ന വർത്താനം പറയാൻ അൻവറിനെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ജയ്ക്ക്? അത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തന്നെ സംശയങ്ങൾക്ക് ഇടമില്ലാത്തവണ്ണം വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം ഇനി CPIM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുമെന്നതിനെ സംബന്ധിച്ച് ഉറപ്പു പറയുന്നില്ല. അദ്ദേഹം ഏറ്റവും അടുത്ത ദിവസം തന്നെ ആദ്യം നിലമ്പൂരെന്നോ പിന്നീട് ഇപ്പോൾ കൊണ്ടോട്ടിയെന്നോ കേൾക്കുന്നു, അവിടെ എവിടെയോ വലിയ പൊതുയോഗം വിളിക്കാൻ വേണ്ടി പോകുന്നു, തൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ലളിതമായി വിലയിരുത്തുന്ന ഏതു സാധാരണക്കാരനായ മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ആ മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ അങ്ങ് ഓർക്കുന്നുണ്ടാകും, ഇദ്ദേഹത്തിന്റെ നിലമ്പൂർ MLA-യുടെ ഈ വാർത്താ സമ്മേളനങ്ങളുടെയൊക്കെ ആവിർഭാവം, അദ്ദേഹം ഈ പ്രശ്നങ്ങളെയൊക്കെ ബ്രീഫ് ചെയ്യുന്നതിന്റെ തുടക്കം, അദ്ദേഹത്തിന്റെ അസംതൃപ്തിയുടെ കനൽ എരിഞ്ഞു തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മറുനാടൻ മലയാളി എന്ന അഖില ലോക തെമ്മാടിയുടെ ഒരു വാർത്താ ചാനലിനെതിരെ അദ്ദേഹം നടത്തിയ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടത്തെ കേരളത്തിലെ പോലീസും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും ചേർന്ന് ദുർബലപ്പെടുത്തി ഈ ആരോപണത്തിൽ നിന്നാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. പക്ഷെ ഇന്ന് പരിശോധിച്ച് നോക്കി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള എത്രയോ കാര്യങ്ങൾ, അതിനൊക്കെ അദ്ദേഹം തെളിവ് നാളെ കൊണ്ടുവരുമെങ്കിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഉന്നയിച്ച എത്രയോ കാര്യങ്ങൾ പല കാലയളവിൽ അദ്ദേഹം തന്നെ എതിർത്തു എന്നും മാധ്യമപ്രവർത്തകരുടെ ലോകത്തിലോ മാധ്യമങ്ങളുടെ ഇടത്തിലോ നമുക്ക് ചേർത്ത് വെക്കാനേ കഴിയാത്ത ഈ അഖില ലോക വൃത്തികെട്ടവന്റെ ചാനലിൽ നിന്ന് പുറത്തേക്ക് വമിച്ച വിഷയങ്ങളെ പലതും ഇന്ന് അദ്ദേഹം എടുത്തണിയുന്നത് കണ്ടു. മുഖ്യമന്ത്രിയുടെ പോലീസിനെ ജനറലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംഘപരിവാരത്തിന്റെ അടിമയാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ച് എന്തിനധികം പറയുന്നു, അദ്ദേഹത്തിന്റെ തന്നെ ഡൊമൈനിൽ പരിശോധിച്ചാൽ 10-12 പോസ്റ്റ് കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട പ്രവർത്തനങ്ങൾ അതിനെ പുകഴ്ത്തിക്കൊണ്ടും അതിലെ ശരികളെ ആവോളം പ്രചരിപ്പിച്ചുകൊണ്ടും അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കുന്ന ഇത്തരം കുയുക്തികളെ ചോദ്യം ചെയ്തുകൊണ്ടും ഇദ്ദേഹം തന്നെ പ്രചരിപ്പിച്ച എഴുത്തുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുകയാണ്, ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അദ്ദേഹം തന്നെ മുമ്പ് എന്തൊക്കെ ചവച്ചു തുപ്പിയിട്ടുണ്ടോ മറുനാടൻ മലയാളി അതൊക്കെ എടുത്തണിയുന്ന ഒരു രൂപമായി, ഒരു പ്രതീകമായി ഇന്ന് അദ്ദേഹം മാറുകയാണ്. അൻവറിന്റെ വഴി എങ്ങോട്ടേക്കാണെന്നുള്ളത് സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം ഇന്ന് അദ്ദേഹം തന്നെ അൻവറിന്റെ വഴി എങ്ങോട്ടേക്കാണെന്ന് എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകട്ടെ. പക്ഷെ അൻവർ ഇവിടെ മുസ്ലിം ലീഗിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറയുകയാണ്, കോൺഗ്രസിനെ പൂർണ്ണാർത്ഥത്തിൽ തള്ളിപ്പറയുകയാണ്. അൻവർ തള്ളിപ്പറയാത്തത് ആരെയാണ്? അൻവറിന്റെ ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ചോറ് പൊതിയുന്ന, ഓട്ടോ ഓടിക്കുന്ന, ഈ പാർട്ടിക്ക് വേണ്ടി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂരെ സഖാക്കളെ അടക്കം അടിത്തട്ടിലെ പാവം സഖാക്കളെ തള്ളിപ്പറയുന്നില്ല. അൻവറിന്റെ വഴി എങ്ങോട്ടാണെന്ന് വരും ദിവസങ്ങൾ തെളിയിട്ടേക്കും. പക്ഷേ അൻവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തരങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ജെ.സി. തോമസ് തന്നെ പറഞ്ഞ ഈ പറയുന്ന മറുനാടൻ മലയാളിയുടെ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് എറിഞ്ഞുകൊടുത്ത ഇയാൾ പണം വാങ്ങി ADGP, അതിൽ വിജിലൻസ് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോഴും ADGP കസേരയിൽ എന്തുകൊണ്ടാണ് അജിത് കുമാർ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ജയിക്ക്? എന്തുകൊണ്ട് സംഘപരിവാരത്താൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുള്ള ഒരു പാർട്ടിക്ക് ആ രക്തസാക്ഷി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പാർട്ടിയുടെ സർക്കാർ ഭരിക്കുന്ന കേരളത്തിൽ അതിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള രണ്ടാമൻ RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ പോയി കണ്ടിട്ട് അയാൾ ADGP കസേരയിൽ ഇരിക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിട്ടുണ്ടോ ജയിക്ക്? ഈ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ അൻവറിനെതിരെ വിരൽ ചൂണ്ടിയാൽ വിലപ്പോകുമോ ജയിക്ക്? അങ്ങയുടെ തന്നെ ഓർമ്മയിൽ അങ്ങ് തന്നെ ഇതേപോലെ നീണ്ട ഇൻട്രോകൾ ഇദ്ദേഹത്തെക്കുറിച്ച് നടത്തിയിട്ടുള്ള എത്ര ചർച്ചകൾ ഉണ്ടാകും? ഇദ്ദേഹത്തിന്റെ റിസോർട്ടിനെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിന്റെ തടയണയെ സംബന്ധിച്ച്, ഇദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എത്ര ഇൻട്രോ നടത്തിയിട്ടുള്ള എത്ര ചർച്ചകൾ ഉണ്ടാകും? അങ്ങനെ ആരോപണം വന്നപ്പോഴൊക്കെ നടപടിയെടുക്കാനായിരുന്നെങ്കിൽ PV അൻവർ ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി CPIM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായി ഇരിക്കുമായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. ഓരോ ആരോപണങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിയിട്ടുണ്ട്. നടത്തപ്പെട്ട അന്വേഷണത്തിൽ PV അൻവറിന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ ആ തെറ്റ് തിരുത്തി ഇടതുമുന്നണിയുടെ ഭാഗമായി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരായി നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഓടിപ്പോയി തല
തലവെട്ടി എടുത്ത് താരത്തിൽ കൊണ്ടുവന്ന് വെക്കുകയല്ല. ആരോപണം ഉന്നയിക്കുമ്പോൾ തലവെട്ടി താരത്തിൽ കൊണ്ട് എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സർക്കാരും CPM-ഉം ആദ്യം എടുത്തു വെക്കേണ്ടി വരുന്ന MLA-യുടെ തല PV അൻവറിന്റേതായിരുന്നേ. അതായിരുന്നില്ല ശരി. ഞങ്ങൾ സ്വീകരിച്ച സമീപനം അതായിരുന്നില്ല. ഞങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനങ്ങൾക്കും അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല. അങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. 24 വാർത്താ ചാനൽ അങ്ങയുടെ ഒരു സഹപ്രവർത്തക അവർക്കെതിരെ ഒരു ആരോപണം വരുന്നു. 24 ന്യൂസിന്റെ അഡ്മിന്മാരെന്താ ആദ്യം ചെയ്യുക? അതിന്റെ തലപ്പത്തിരിക്കുന്നവർ എന്താ ചെയ്യുക? ആരോപണം വന്ന അന്നേരം തന്നെ നിങ്ങൾ നേരെ 24 ന്യൂസിന്റെ പടിക്ക് പുറത്ത്, എന്നിട്ട് അന്വേഷണം. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. ഏത് ആരോപണം വന്നാലും വസ്തുതകളുടെയും നമ്മുടെ മുമ്പിൽ തെളിവുകളുടെയും അല്ല ജയിക്ക്, ഇവിടെ ഈ പറയുന്ന ക്രിമിനൽ ആണെന്നുള്ള ആരോപണം, ഇയാൾ കൊലപാതകയാണെന്നുള്ള ആരോപണം, ഇയാൾ ദാവൂദ് ഇബ്രാഹിം മോഡലാണെന്നുള്ള ആരോപണം, ഇയാൾ കള്ളക്കടത്തുകാരനാണെന്നുള്ള ആരോപണം, ദുബായിൽ ഒരു മലയാളി കടത്താൻ സ്വർണം വാങ്ങിയാൽ അതിന്റെ വിവരം അപ്പോൾ ഇവിടെ കിട്ടുന്ന വലിയ റാക്കറ്റിന്റെ ഭാഗമാണെന്ന ആരോപണം, അതൊക്കെ അന്വേഷണത്തിൽ ചെയ്യട്ടെ. ഇവിടെ അന്വേഷണത്തിൽ തെളിയേണ്ടാത്തൊരു കാര്യമുണ്ടല്ലോ. അത് ദത്താത്രേയ ഹോസാബലയും റാം മാധവനെയും ഇടതുപക്ഷ കേരളത്തിലെ ഇടതുപക്ഷ നയം നടപ്പാക്കേണ്ട ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ ക്രമസമാധാന ചുമതല എന്ന പ്രധാനപ്പെട്ട ചുമതലയുള്ള ഒരാൾ പോയി കണ്ടു. ജെയ്സി തോമസ്, ഇവിടെ അയാൾ RSS മേധാവിമാരെ പോയി കണ്ടത് എന്തിനുമാകട്ടെ, അത് അന്വേഷണത്തിൽ വ്യക്തമാകട്ടെ. പക്ഷെ അതിനകത്തൊരു ധാർമ്മിക ചോദ്യമില്ലേ? ഇടതുപക്ഷ ഭരിക്കുന്ന കേരളത്തിലെ ക്രമസമാധാന ചുമതലക്കാരൻ ദത്താത്രേയ ഹോസാബിനെ പോയി കണ്ട് തലയിൽ മുണ്ടിട്ട് പോയി കണ്ട് മണിക്കൂറുകൾ സംസാരിച്ചെങ്കിൽ അയാൾ ആ ചുമതലയിൽ ഇരിക്കാൻ പ്രാപ്തനാണോ എന്ന് പാർട്ടി പ്രവർത്തകരുടെ ചോദ്യമാണ് അൻവർ ഉന്നയിക്കുന്നത്. അതിന് മറുപടിയില്ല നിങ്ങൾക്ക് ജയിക്ക്. അതിന് മറുപടി ഉണ്ട്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞില്ലേ, നിങ്ങളടങ്ങുന്ന മാധ്യമ സമൂഹത്തിന്റെ ചോദ്യത്തിന് നിങ്ങൾ തൃപ്തരാണോ? ഞങ്ങൾ തൃപ്തരല്ല. കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വർഗീയവാദിയായിട്ടുള്ള ഒരുത്തന്റെ തിണ്ണനിരങ്ങേണ്ട ആളല്ല. ഞങ്ങൾക്ക് ആ നിലപാടുണ്ട്, ഞങ്ങളുടെ പാർട്ടിക്ക് ആ നിലപാടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിക്ക് നിലപാടില്ല. അടക്കം ഇപ്പോൾ അങ്ങ് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ADG മുഖ്യമന്ത്രിക്ക് നിലപാടില്ല. മുഖ്യമന്ത്രി കടുപ്പിച്ച് പറയുന്ന ആരോപണത്തിന്റെ പേരിൽ ആരെയും പുറത്താക്കില്ല എന്നാണ് കടുപ്പിച്ച് മുഖ്യമന്ത്രി പറയുന്നത്. RSS-ന്റെ തിണ്ണനിറങ്ങിയ ADGP-യെ മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുകയാണ്. അത് അൻവർ എന്ന് പറയുകയാണ്. അത് പാർട്ടി പ്രവർത്തകർ ജയിക്കിന്റെ അടക്കം വികാരമാണ് അല്ലേ? അത് അങ്ങയുടെ വ്യാഖ്യാനമാണ്. കാരണം എന്താണ്, ഇപ്പോൾ നിലമ്പൂർ MLA ഉന്നയിച്ച പരാതിയുടെ ആദ്യ അനുഭവം ഉണ്ടാകുന്ന ദിവസം ഏതായിരുന്നു? ഇവിടെ കോട്ടയത്ത് സംഘടിപ്പിക്കപ്പെട്ട കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനമല്ലേ? നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ADGP-യെ വേദിയിലിരുത്തി, ഇടതുവശത്ത് വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി സഖാവ് പിണറായി പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അന്വേഷണം ഉണ്ടാകും. സംസ്ഥാന പോലീസിന്റെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കും. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ എത്ര വലിയ ഉന്നതനായാലും കേരള പോലീസ് സേനയിൽ നിന്ന് ഈ 8 വർഷക്കാലത്തിനിടയിൽ DYSP റാങ്കിലുള്ള 108 പോലീസ് ഉദ്യോഗസ്ഥർക്ക് തൊപ്പി ഊരി വെച്ച് പണി നിർത്തി പുറത്തു പോകേണ്ട വന്നതുപോലെ കേരളത്തിലെ തെറ്റ് ചെയ്ത ഏത് ഉന്നതാധികാരിക്കും പോകേണ്ട വരുമെന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ്. അത് നിങ്ങൾ കണ്ടില്ലേ? അതിത്തരം ആരോപണങ്ങൾ മുകളിലേക്ക് എടുക്കാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ഈ സംഘപരിവാർ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങിയ അനുഭവത്തെ ചേർത്ത് പിടിക്കാനോ സാംശീകരിക്കാനോ അടുത്തിരുത്താനോ ഇഷ്ടമുള്ളത് കൊണ്ടാണോ? അല്ല. പക്ഷേ ഇതൊരു സിസ്റ്റമാണ്. IAS IPS ഉദ്യോഗസ്ഥരൊക്കെ ഉൾക്കൊള്ളുന്ന സിവിൽ സർവീസ് രംഗത്തിന്റെ ഒരു സിസ്റ്റം നിയമപരമായി തന്നെ മുന്നോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഈ ക്രമസമാധാന ചുമതല എന്ന പോർട്ട്ഫോളിയോ പൂർണ്ണമായി സംസ്ഥാനത്തിന്റെ അതൊന്നുമല്ലാതെ ക്രമസമാധാനത്തിന്റെ പോർട്ട്ഫോളിയോ നൽകുന്നത് പൂർണ്ണമായി രാഷ്ട്രീയ തീരുമാനമാണ്. ക്രമസമാധാനത്തിന്റെ പോർട്ട്ഫോളിയോ എടുത്തു മാറ്റുന്നത് പൂർണ്ണമായി രാഷ്ട്രീയ തീരുമാനമാണ് ജയിക്ക്. അത് ഈ പറയുന്ന IAS IPS ഒന്നും പറയല്ലേ. ഞാൻ അങ്ങനെയൊക്കെ എത്താം.